ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ വ്ളോഗാണ് കേട്ടോ, ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പം ഇന്നലെയൊക്കെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു പതിയൊരു മൂടൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മഞ്ഞ് എന്ന് പറയാൻ പറ്റിയല്ല, എന്നാൽ മഞ്ഞാണോ അതെ അത്ര അങ്ങനെ ഒരു ഇത് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വന്ന വഴിയെ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ മത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മത്തി വാങ്ങിച്ചു ഇച്ചിരി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചാണെന്ന് വെച്ചാൽ അപ്പം അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടപ്പം ഒരുപാട് പേര് പല ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിൻ്റെ മിസ്റ്റേക്കും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലിയാണ് കേട്ടോ നമുക്ക് ആ റെസിപ്പി ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ് കൂടുതലും അപ്പം ഉണ്ടാക്കാമെന്ന് കേട്ടപ്പം ഞാൻ അന്തം വിട്ടു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ടാണ് കേൾക്കണത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒന്നുകൂടി ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പോരായ്മകളെല്ലാം തീർത്തിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടാക്കി ഞാൻ കാണിക്കും കേട്ടോ. അഞ്ജലിക്കുട്ടി നന്നായിട്ട് തന്നെ ഉണ്ടാക്കി കാണിക്കും. എന്താ പറയുക, നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് സോക്ക് ചെയ്യാൻ വെച്ചില്ല. സോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണമായിരുന്നു പൊങ്ങി വരാൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതങ്ങ് ചുട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദോശകൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അപ്പം ആയിരുന്നു. ഇന്നിപ്പോൾ അപ്പം ഉണ്ടാക്കി. ഇനിയിപ്പോൾ നാളെ ദോശ ആവട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ദോശയ്ക്കുള്ള അരിയാണ് ഇട്ടേക്കണം, മാവല്ല അരി. അപ്പോൾ നാളെ പോയി നാളെ കഴിഞ്ഞ് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയണേ, ഇന്ന് രാവിലെ അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് അവിടെ ഇങ്ങനെ ഇന്നലെ മഴ പെയ്തപ്പോഴേ ഈ ചെതൽ മണ്ണെടുത്തിടിയല്ലേ ജനാലിൻ്റെ അവിടെ, അങ്ങനെ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്നലെ അത് ക്ലീൻ ചെയ്താണ്, പിന്നെ അത് മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴവെള്ളം ചാടിയപ്പം കറക്റ്റ് അവിടെ നനയുണ്ടായിരുന്നേ. അപ്പോൾ ആ വെള്ളം കൂടെ ഇങ്ങനെ ചാടിയപ്പോൾ അങ്ങനെ മണ്ണിങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. അപ്പോൾ അറിയാലോ, ഒരു തറ ഇങ്ങനെ ഇതായി. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ആ മുളക് പൊടി ചായപ്പൊടിയൊക്കെ അവിടെ വെച്ചാൽ നിങ്ങൾ മാറ്റി വെച്ചേക്കാനായിരുന്നു. പിന്നെ അങ്ങനെ മാറ്റി വെച്ചാണ്. പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അപ്പത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒക്കെ ഇട്ടു കേട്ടോ. ശരിക്കും അത് കഴിഞ്ഞാൽ ക്യാമറ ഫോക്കസ് ആയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ്. അതൊന്ന് എടുത്ത് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് സ്ഥലമുള്ളൂ, അല്ലെങ്കിൽ സ്ഥലമില്ല. വീഡിയോ പിടിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര പാടാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ കഞ്ഞി വാർത്തിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റാനായിട്ട് വെച്ചേക്കണം മുട്ടക്കറിക്ക് കേട്ടോ. അപ്പോൾ മുട്ടക്കറി നമ്മൾ എന്നും ഉണ്ടാക്കണമല്ലോ, അത് പറയാനൊന്നുമില്ല. എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കാം. എണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് ഒരു സവോള, 1-2 വലിയ സവോളയാണോ ഒരു സവോള, അല്ലെങ്കിൽ 2 സവോള, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി 1-2 അല്ലി, പിന്നെ പച്ചമുളക് 2 എണ്ണം, എത്രയും കൂടെ ഇട്ടിട്ട് വഴറ്റും. അത് വഴന്ന് വന്നു കഴിയുമ്പം ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് വഴറ്റും. ചെറിയ തക്കാളികൾ ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണത്തിനൊക്കെ പകുതിയൊക്കെ മതിയാകും. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. വഴന്ന് വന്നു കഴിയുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി മീറ്റ് മസാലയും അത്രേ ഉള്ളൂ. ഇച്ചിരി മുളക് പൊടിയും ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പോണം മാറണം. പച്ചപ്പോണം മാറി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും. ചൂടുവെള്ളം തിളപ്പിച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ചേർക്കും. അപ്പോൾ അത് നമ്മുടെ മുട്ടക്കറി എളുപ്പത്തിൽ അങ്ങനെ റെഡിയാവും. അതാണ് നമ്മുടെ ഈസി എപ്പോഴും ഉണ്ടാക്കുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുള്ള തേങ്ങാപ്പാൽ പിഴിയണം. അപ്പോൾ അതിനായിട്ടുള്ള എന്താ പറയണേ, തേങ്ങ പൊട്ടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും സമയത്തൊന്നും നമ്മുടെ അച്ചുക്കുട്ടൻ്റെ ഞാനിട്ട് എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ താമസിച്ചാണ് എണീക്കുന്നത്. അച്ചുക്കുട്ടൻ താമസിച്ച് എണീറ്റു, അല്ലെങ്കിൽ പച്ചക്കുട്ടൻ തേങ്ങാവെള്ളത്തിന് വന്നേനെ. പിന്നെ അവിടെ വെച്ചേർന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രാവിലെ തണുപ്പ്. തേങ്ങാവെള്ളം എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല തണുപ്പാണ്. അപ്പോൾ മക്കൾക്ക് അത് തണുപ്പ് രാവിലെ കൊടുക്കുമ്പോൾ അത് സുഖമല്ല. അതുകൊണ്ട് പിന്നെ വെച്ചുമില്ല. പണി വാളിയോന്ന് സംശയം. ഞാനിത് റെക്കോർഡ് ചെയ്യണ അച്ചുകൂട്ടൻ കേട്ടു കേട്ടോ. അച്ചുകൂട്ടൻ ചോദിക്കുക, അമ്മ എനിക്ക് തേങ്ങാവെള്ളം തരാണ്ട് തന്നെ കുടിച്ചോന്ന്. അച്ചുകൂട്ടൻ ഇവിടെ ചോറിന് കുടിക്കുക ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയും ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അപ്പം മുട്ടക്കറി ആക്കിയിട്ട് വേണം നമുക്ക് എന്താ പറയണേ, ബാക്കി കറിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം മീൻ കൊണ്ടുവന്നാൽ ഇന്നിപ്പോൾ സാമ്പാർ വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്പം ചുടുവാണ്. അപ്പം അത്ര അങ്ങ് പൊങ്ങിയൊന്നുമില്ല, അപ്പം ഒരു പാതി പൊങ്ങി അത്രേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങ് എടുത്തു.
ഇനി അത് വെയിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. വേണമെങ്കിൽ ഇച്ചിരി ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇന്നലെ പുളിമാവ് ഇട്ട് അരച്ചിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ തണുപ്പ് മഴയൊക്കെ ആകുമ്പോൾ വെച്ചാൽ പൊങ്ങാൻ വെച്ച് പാടല്ലേ. ഇൻഡക്ഷൻ കുക്കറിനകത്ത് എടുത്ത് ഇൻഡക്ഷൻ കുക്കറല്ലോ, ഇഡ്ഡലി കുക്കറും അല്ല, മറ്റേ കുക്കറില്ലേ എന്നാ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ഓർക്കുകയല്ല സത്യം പറഞ്ഞാൽ. വൈകുന്നേരം എന്നും വെക്കുന്നവർക്ക് അങ്ങ് അരച്ച് വെക്കും. പിറ്റേന്ന് രാവിലെ ഓർക്കും പൊങ്ങാണ്ട് വരുമ്പോൾ അതേമാതിരി റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കാമായിരുന്നല്ലോ എന്ന് ഓർക്കണേ. പിന്നെ അതിനകത്ത് വെക്കണമെങ്കിൽ ഈ പാത്രമൊന്നും ഇറങ്ങുമില്ല കേട്ടോ, അത് വേറെ വശം. അപ്പോൾ അതിനിടയ്ക്ക് തക്കാളിക്ക് സവോള വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു, തക്കാളിക്ക് ഇട്ട് കൊടുത്തു, അപ്പം ചുടണു, അതിനിടയ്ക്ക് വിറകിന് തീ കത്തിക്കണു. ഇതെല്ലാം ഈ ഒരു സമയത്ത് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. കഞ്ഞി അടുപ്പത്തിട്ടു, അരി ഇട്ടു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പവും ചുട്ട് കഴിഞ്ഞു, മുട്ടക്കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാന്നുള്ളതാണ്. അപ്പോൾ മുട്ട തോട് ഇച്ചിരി പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മുട്ട കുക്കറിനകത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, വിനാഗിരി ഒഴിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ഒരു മുട്ട ഇങ്ങനെ എന്താ പറയണേ, ഒരു മുട്ട മാത്രം പൊട്ടിപ്പോവും. ഇപ്പം എനിക്കിതിനകത്ത് ഇന്നിപ്പോൾ 4 മുട്ട ഇട്ടു, അതിലൊരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് തോട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വരികയില്ല, അങ്ങനെ ആയി പോകും കേട്ടോ. കുക്കറിനകത്തിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, എനിക്ക് മിക്കപ്പോഴും അങ്ങനെ പറ്റുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് ഇടാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തേച്ച് കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിച്ച് മുറ്റടിക്കാൻ ഇറങ്ങുള്ളൂ കേട്ടോ. ആദ്യമേ പോയി മുറ്റടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടോ, മഞ്ഞുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഹെൽത്തിന് പ്രശ്നമാണ്, തലവേദന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിച്ചാണ് മുറ്റടിക്കാൻ ഇറങ്ങിയത്. ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോകണില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ അടിച്ചാലും മതി. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിപ്പ് അടുപ്പേ വെച്ചു. അപ്പോൾ സാമ്പാറിനുള്ളതും കൂടെ അടുപ്പേ വെച്ച് കഷ്ണമൊക്കെ അടുപ്പേ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് നമുക്ക് മുറ്റടിക്കാൻ പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണം എടുത്തപ്പോഴാണ് ആപ്പാടെ ഒരു കുറച്ച് വെണ്ടയ്ക്കയും ഒരു 1-2 തക്കാളിയും കിഴങ്ങും സവോളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കങ്ങനെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ തക്കാളി ഇതുള്ള കാരണം ഞാൻ 2 തക്കാളി എടുത്തു, 2 കിഴങ്ങ് എടുത്തു. എന്തെങ്കിലും കഷ്ണം വേണ്ടേ എന്ന് ഓർത്തിട്ട് 2 കിഴങ്ങും 2 തക്കാളി എടുത്തു. അതുപോലെ തന്നെ ഒരു സവോളയും എടുത്തു കേട്ടോ. അത്ര അങ്ങനെ കട്ട് ചെയ്ത് അത് വേവിക്കാനായിട്ട് വെച്ച്. അപ്പോളേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കേട്ടോ, ഞാൻ എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ ഓർക്കണം, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഈ വറുത്തരച്ച സാമ്പാർ. എൻ്റെ കയ്യിലാണെങ്കിൽ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴേ മല്ലി വറുത്തിട്ട് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. എൻ്റെ മല്ലി ആയിട്ടില്ല, മല്ലിപ്പൊടി ആയിട്ടേ ഉള്ളൂ. അപ്പം മല്ലിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കെല്ലാം റെസിപ്പി അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് തന്നെ കേട്ടോ. ഈ ഭയങ്കര ആഗ്രഹം വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കണമെന്ന്. എന്നും ഇതുപോലത്തെ നല്ല സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ, അങ്ങനെ ഓർത്തിട്ടാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിട്ടു. അപ്പോൾ ഈ സമയത്ത് മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് നീക്കിയിട്ട് നന്നായിട്ട് വിരിച്ചിട്ടിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് അന്നത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി പാലെടുത്തുകൊണ്ട് വന്നു, പാലും കാച്ചി. അപ്പം നോക്കിയപ്പോഴും മുറ്റത്ത് എന്താ പറയുക ഒരു മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഞാൻ പറഞ്ഞില്ല ഒരു മുട്ട പൊട്ടിപ്പോയെന്ന്, ആ മുട്ട പിന്നെ ഞാൻ എടുക്കാമെന്ന് വെച്ചു. ഇതിനിടയ്ക്ക് വിനോട്ടം ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അച്ചൂറിന് ഞാനിട്ടുള്ള മുട്ട, എൻ്റെ മുട്ടക്കറി എടുത്തു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വലിയ കാര്യമായിട്ട് അങ്ങ് ശരിയായില്ല, അപ്പോൾ ഉള്ളത് കെട്ടി അങ്ങനെ അപ്പം എടുത്തു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുന്ദരിമണികൾ രാവിലെ തന്നെ ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ചായയുടെ കുറച്ച് പാലൊക്കെ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു കൊടുത്തു. ഇതാ തള്ളായിരിക്കുന്നു. 2 മക്കളുണ്ടായിരുന്നു. ഒരാളെ കാണാൻ വെച്ച ഭംഗിയുള്ളതായിരുന്നു കേട്ടോ, അതിനെ ആരും എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണല്ലോ, കാണാൻ ഭംഗിയുള്ളതിനെ ആണല്ലോ എല്ലാവരും എടുത്തുകൊണ്ട് പോകുക ആദ്യം തന്നെ. കാണാൻ ഭംഗിയില്ലാത്തതിനെ ആദ്യം എല്ലാവരും തഴഞ്ഞിടും. പക്ഷേ ഇത് തന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ, അന്നേരം ഇനി ഇപ്പോൾ ഉള്ള ചാര കളറുള്ള പൂച്ചയില്ലേ, ആ പൂച്ചക്കുഞ്ഞിന് കണ്ണിനെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പാലിങ്ങനെ കോരി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം കൊണ്ട് നിർത്തിയുള്ളൂ, അത് കഴിഞ്ഞ് അവളെ എടുത്തുകൊണ്ട് പോയി കുഞ്ഞിനെ. അപ്പോൾ അന്നേരം ഈ സുന്ദരിപ്പൂച്ച അവളുടെ അതായത് തള്ളപ്പൂച്ചയുടെ അതേ ഷേപ്പിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്തു, ഇതിനെ ആരെങ്കിലും എടുക്കുവാണെങ്കിൽ ആ സൗന്ദര്യമുള്ളതിനെ കാണാൻ ഭംഗിയുള്ളതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, മറ്റേനെ ആരും കൊണ്ടുപോയില്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇതേ മൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, മനുഷ്യരുടെ കാര്യത്തിലും അതെ. കാണാൻ ഭംഗിയുള്ളവർക്ക് എല്ലായിടത്തും വില കിട്ടും. കാണാൻ ഭംഗിയില്ലെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും അതിൻ്റെ ഒരു വില കുറവ് എന്താ പറയണേ, അത് ശരിക്കും
ജീവിതത്തിൽ പലപ്പോഴും ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാ പറയണേ, എല്ലാവർക്കും കാര്യം എല്ലാവരും പറയും കറുപ്പിന് 7 അഴകാണ് എന്നൊക്കെ പറയുമെങ്കിലും ഈ വെളുത്ത ആൾക്കാരോട് എപ്പോഴും ഒരു എന്താ പറയണേ, ഒരു മുൻഗണന എല്ലാവർക്കും ഉണ്ട്. അത് എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും അതുണ്ട്. അത് നമുക്ക് പലപ്പോഴും എന്നാ പറയണേ, നമ്മളത് ജീവിതത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അത് ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കേട്ടോ, സത്യം പറയാം. നിറത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ഈ കുറ്റം പറയണ ആൾക്കാർ അവർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അത് എന്താ പറയണേ, അതൊന്നും കൂടുതലൊന്നും പറയാണ്ടിരിക്കൽ അത് പറഞ്ഞറിയാണ്ട് ഇത്രയും പറഞ്ഞു പോയതാട്ടോ, സോറി. നമ്മൾ മനസ്സിലുള്ളതേ ചിലതൊന്നും തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ അറിയാണ്ട് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞു വരുമ്പം കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരും. പക്ഷേ എന്താ പറയണേ, അതവിടെ ഇട്ടെ. അപ്പോൾ അതായത് നമ്മുടെ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടായി നിൽക്കണതാണ് നല്ല രസം. എന്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിച്ച് അതിനകത്തൊരു മുളകാണെങ്കിൽ ഓർമ്മ ഉണ്ടായി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇനി പയർ നട്ടിട്ടുണ്ട്. പയർ നട്ട് വിത്ത് മുളച്ച് വല്ലതും ആവുമെന്ന് അറിയട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ചട്ടിക്കകത്താണ് നട്ടേക്കണേ കേട്ടോ. അപ്പോളേ ഇതാ തുണി വിരിക്കാനായിട്ട് തുടങ്ങുവാണ്. തുണി ഇന്നലെ ഉജാല മുക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നേ. ഇന്നലെ ഒരു കുന്നുണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ അലക്കി. അപ്പോൾ ഈ ഇത് അലക്കിയപ്പോഴത്തേക്കും തുണി വിരിക്കാൻ വല്ല സ്ഥലമില്ലായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തത് ഇന്ന് ഉജാല മുക്കാമെന്ന് ഓർത്തിട്ട് ഇന്നത്തേക്ക് വെച്ചു. അപ്പോൾ അത് ഉജാല മുക്ക ഇടണതാണ്. 2-3 മുണ്ടുണ്ടായിരുന്നു മുക്കിയിടാനായിട്ട്. ഇപ്പോൾ അറിയാലോ, ഉച്ച കഴിഞ്ഞ് മഴയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കണം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വെള്ളം വിരിക്കാനുള്ളതും അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു മുറ്റത്ത്. ഉജാല മുക്കലാണ് നല്ലൊരു പണിയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മുണ്ട് ഉജാല മുക്കി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പകുതി ആരോഗ്യം തീരും. കാരണം അത് ഇങ്ങനെ പിഴിഞ്ഞ് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് കുടഞ്ഞ് പിന്നെ മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മടക്കി വിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു മുണ്ട് വിരിക്കുമ്പോഴത്തേക്കും നേരത്തെയൊക്കെ ഇപ്പോൾ പിന്നെയും കുറച്ചുകൂടി ഇത് നമ്മൾ ചെയ്ത് കുറച്ചുകൂടി ഒരു ഇതായിട്ടുണ്ട്. പക്ഷേ ആദ്യം നേരത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മടുത്തു പോയിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ നമ്മളിങ്ങനെ മടുത്തിട്ടൊന്നും കാര്യമില്ല, അടുത്ത പണി ചെയ്യാമെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. തുണി വിരിക്കാൻ തുടങ്ങുന്ന മക്കളുടെ യൂണിഫോമാണ്. അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അത് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കും അടുക്കളയിൽ കഞ്ഞിയുടെ തീയൊക്കെ കെട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ അന്നേരത്തേക്ക് എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്കുള്ള ചായ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതാ മക്കൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ധ്യാനോട് പിന്നെ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ധ്യാനോട് കുഞ്ഞിലേ ഇങ്ങനെ കുറേ നാൾ ഞങ്ങൾ അപ്പം തന്നെയായിരുന്നു സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ധ്യാനോട് ഭയങ്കര ഇഷ്ടം അപ്പം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ മറ്റേ ഇൻഡസ് വാലിയുടെ പാത്രമാണ് കേട്ടോ ഇതൊക്കെ. ഇൻഡസ് വാലി കുടുംബമായി ഇപ്പം. അതുപോലെ എല്ലാം ഫുള്ള് ഇൻഡസ് വാലിയുടെ പാത്രങ്ങളായി കൂടുതലും. അപ്പോൾ അതെന്നു വെച്ചാൽ മീൻ വെട്ടാനുള്ള കാരണേ മൺചട്ടിക്കകത്ത് ഞാൻ ഒഴിച്ചില്ല. മൺചട്ടിക്കകത്തിട്ട് ആരും ഒന്നാൾ പറഞ്ഞായിരുന്നു മൺചട്ടിക്കകത്ത് മീൻ വെട്ടുവാണെങ്കിൽ ഉളുമ്പ് കുറയുന്നു. ഒന്നാമത് മത്തിയും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാണ് കേട്ടോ. ഈ പാത്രമാണെങ്കിൽ അടപ്പമുണ്ട്. അപ്പോൾ നമ്മളങ്ങ് ഒഴിച്ച് തിളപ്പിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റമൊന്നും വേണ്ട. നാളെ ആണെങ്കിലും ഇതിനകത്ത് തന്നെ തിളപ്പിച്ചെടുക്കാം സാമ്പാർ ബാക്കി വന്നാലേ. അപ്പോൾ മീൻ വെട്ടാനാണെങ്കിൽ മൺചട്ടി എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള താളിച്ച് ചേർത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഇച്ചിരി പച്ച കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ സാമ്പാറൊക്കെ എന്നും കാണിക്കണല്ലേ. ഒരു 100 പ്രാവശ്യം ഞാൻ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒന്നും എടുത്തില്ല. ഇനി അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സാമ്പാറും റെഡി. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മീൻ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വെട്ടി പിന്നെ ബിനുവേട്ടന് വെച്ചിട്ട് മീൻ വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ചോറിട്ട് എങ്ങാണ്ട് പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മീൻ കഞ്ഞി വെന്ത് വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ബിനുവേട്ടൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്